4 മണിക്ക് എണീച്ച് പോയെങ്കിലും മഴ ആയതുകൊണ്ട് നമുക്ക് ഹോട്ടൽ ബെല്ലും കയറാൻ പറ്റും. കൊടുത്ത പൈസ ഖജാഞ്ചി എണ്ണി മേടിച്ചിട്ടുണ്ട്. പൈസ റീഫണ്ട് കിട്ടിയാലോ സമാധാനത്തിൽ നേരെ വണ്ടി എടുത്ത് വിട്ട് ഇസ്താംബൂളിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പ് ആയില്ലേ, അതെല്ലാം കണ്ടപ്പോ എന്നാ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇസ്താംബൂളിൽ എത്തിയിട്ട് നേരെ പോയത് മന്തി. ഇനി അങ്ങോട്ട് ഫുൾ ക്യാഷ് പേയ്മെന്റ് ആണ്. റൂമിലെത്തവാടെ ഒരു ബോട്ട് സഫാരി ബുക്ക് ചെയ്തു. എല്ലാവരും ഭയങ്കര കൃത്യനിഷ്ഠത പാലിക്കുന്നതുകൊണ്ട് ഫസ്റ്റത്തെ ബോട്ട് സഫാരി ക്യാൻസൽ. ഇതൊക്കെ എന്ത് ബോസ്നി പോകാന്ന് വിചാരിച്ചിട്ട് തുർക്കിയിലെത്തി നമ്മളല്ലേ ബോട്ടിൽ തന്നെ അടുത്ത് ബുക്ക് ചെയ്ത്. കറക്റ്റ് ടൈം എല്ലാവരും എത്തിയോണ്ട് നമുക്ക് കറക്റ്റ് ബോട്ടിൽ കയറാം. ബോട്ടിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോ. അങ്ങനെ കുറച്ചേരം ഇങ്ങനെയായിരുന്നു ആ തായിലർ. ചായയും കാപ്പിയൊക്കെ കോംപ്ലിമെന്ററി ആയതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചു. പാൽ ചായ എന്റെ ഒരു വൈബ്. പിന്നെ അവിടെ കട്ടൻ ചായ ആയതുകൊണ്ട് കട്ടൻ ചായ കുടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്ത് തുർക്കിയിൽ ഒരു ബോട്ട് സഫാരിയിൽ ഒരു ചായ വേറെന്താ വേണ്ടി. അങ്ങനെ ഇരുട്ടായാലും നമ്മൾ ഉള്ളിൽ പോയി ചായയിലെ കളിക്കാൻ തന്ന സാധനം എടുത്തിട്ട് കുറച്ചേരം നമ്മള് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോ.